അപ്പോൾ ആ വിഷ്വൽസ് എന്നുണ്ട്. നമുക്കറിയാം ആ പള്ളുരുത്തിയിലൊരു സംഭവം, അവിടെ ഒരു തങ്ങൾ കോളനി ഉണ്ട്. ആ തങ്ങൾ കോളനിയിൽ നിന്നുള്ള ഒരു കുട്ടിയെ കൊണ്ടാണ് ആലപ്പുഴയിൽ അരിയും മല്ലിനും കുന്തിരിക്കവും കരുതി വെച്ചോ എന്ന് പറഞ്ഞ ആ തങ്ങൾ കോളനി ഈ സ്കൂളിൻ്റെ ഏതാനും മീറ്ററുകൾ അകലെയാണ്. അപ്പോൾ എത്രമാത്രം ഭീതിജനകമായ അന്തരീക്ഷമാണ് അവരവിടെ സൃഷ്ടിക്കുന്നത്. 2022 ശേഷം മാത്രം ഈ പ്രദേശത്ത് 2 പ്രാവശ്യം NIA റെയ്ഡ് നടത്തിയിട്ടുണ്ട്. അവിടെ ഇപ്പോഴും പഴയ സിമി പ്രവർത്തകർ നിരവധിയായിട്ടുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ ഇവരെന്തിനാണ് ശ്രമിക്കുന്നത്? കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ട നടപ്പിലാക്കുവാൻ ഇസ്ലാമിക് സ്റ്റേറ്റ്, ഇന്ത്യയിലെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെയും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെയും ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ സെൻ്ററായി കേരള സംസ്ഥാനം മാറിയിരിക്കുന്നു. ആ മാറിയ കേരള സംസ്ഥാനത്ത് ഇവരുടെ 10 വോട്ടിന് വേണ്ടി സംസ്ഥാനം ഭരിക്കുന്ന CPM-ഉം പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസും ഇതിന് ചൂട്ടുപിടിച്ചു കൊടുക്കുകയാണ്. ഇവർ ഈ നാടിനെ ഇല്ലായ്മ ചെയ്യുന്നു. നമുക്കറിയാം, ഇസ്ലാമിക് സ്റ്റേറ്റ് ആരംഭിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തുടക്കത്തിലുള്ള പ്രവണതകൾ ഇതാണ്. അന്യമതസ്കരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രവണതകൾ നമുക്കറിയാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം എടുത്തു നോക്കിയാൽ വഖഫ് വിഷയത്തിൽ ആ ഭൂമി മുനമ്പം ജനതയുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് വന്നിട്ട് ഇന്ന് 5 ദിവസം കഴിയുന്നു. ഈ നിമിഷം വരെയും അതിൽ തീരുമാനമെടുക്കാതെ അതിൻ്റെ പുറകിൽ വഖഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി, SDPI കൂട്ടുകെട്ടിലുള്ള ആളുകളൊക്കെ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ സർക്കാർ മനഃപൂർവ്വം സമയം നീട്ടിക്കൊടുക്കുകയാണ്. എന്തിന്? ലവ് ജിഹാദിൻ്റെ വിഷയമുണ്ടായ നമ്മുടെ കോതമംഗലത്തെ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ആ കുട്ടിയുടെ ഫൈനൽ ചാർജ് ഷീറ്റ് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചപ്പോൾ അവിടെ പ്രണയത്തിൻ്റെ പേരിൽ വഞ്ചിക്കപ്പെട്ടിട്ടില്ല, മതപരിവർത്തനത്തിന് ആ കുട്ടിയെ നിർബന്ധിച്ചിട്ടില്ല, അതിൻ്റെ പേരിലല്ല ആ കുട്ടി ആത്മഹത്യ ചെയ്ത്. ഇതൊക്കെ പറയുന്നത് കേരള പോലീസാണ്. അപ്പോൾ ഇവിടെ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിനെയും പോലീസിനെയും നിയന്ത്രിക്കാൻ തൽക്കാത്ത രീതിയിൽ കേരളത്തിലെ ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നു. അവർ സംസ്ഥാനത്തിൻ്റെ ഭരണത്തെയും പ്രതിപക്ഷത്തെയും നിയന്ത്രിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നു. ഇതിനെ പ്രതിരോധിച്ചേ മതിയാവും. ഇത് ഒരു സംഭവം പുറത്ത് വരാതെ ഭീഷണിയുടെ പുറത്ത്, ഇത്തരത്തിലുള്ള ഭീഷണിയുടെ പുറത്ത് അവർ പറയുന്നത് അനുസരിച്ച് കൊടുക്കേണ്ട ഗതികേടുണ്ടാകുന്ന നിരവധി സ്കൂളുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, അത് ഇവിടെ മാത്രമല്ല എവിടെയും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ സംഘടനകളുടെ ഭീഷണി ആർക്കുണ്ടായാലും അവരെ സംരക്ഷിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാവും. ഈ പാർട്ടിയുടെ പ്രഖ്യാപിത നയമാണ്. ഈ രാജ്യത്തെ എല്ലാവരെയും ഒരേപോലെ കാണാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ രാജ്യവിരുദ്ധ ശക്തികളെ പാലൂട്ടി വളർത്തുന്ന നിലപാടിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും പിന്മാറണം. ഇത് നാളെ നിങ്ങളുടെ കൈക്കും തിരിഞ്ഞു കൊത്തുമെന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം നിലപാട് ഞാൻ പറഞ്ഞല്ലോ, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കുവാൻ അവർ പ്രവണത ആരംഭിച്ചിരിക്കുന്നു. ഇവിടെയല്ല, നിർമ്മല കോളേജിൽ എന്ത് സംഭവിച്ചു? ഇത് തന്നെയാണ്. എന്തിനും വേണ്ട, കളമശ്ശേരിയിൽ ആ കന്യാസ്ത്രീമാരുടെ മഠം പൊളിച്ച് 100 മീറ്ററോളം അത് പൊളിച്ച് ഒരു രാത്രി കൊണ്ട് SDPI ഗുണ്ടകൾ കാണിച്ച തെമ്മാടിത്തം സിവിൽ കേസാണെന്നാണ് പറഞ്ഞത്. സിവിൽ കേസാണ്. എങ്ങനെ ഒരു രാത്രി കൊണ്ട് 70ഓളം ഗുണ്ടകൾ അതിക്രമിച്ച് കയറി, അതും നല്ലൊരു ശതമാനം SDPI പിൻബലമുള്ള ആളുകൾ കളമശ്ശേരിയിൽ ആ മതിൽ മുഴുവൻ ഒരു രാത്രി കൊണ്ടൊരു ഇഷ്ടിക കഷ്ണം പോലും ഇല്ലാതെ അവിടുന്ന് പൊളിച്ചടുക്കിക്കൊണ്ട് പോയിരിക്കുന്നു. ഇതൊക്കെ ഈ സമീപ പ്രദേശത്ത് ഈ ദിവസങ്ങളിൽ കേരള സംസ്ഥാനത്ത് നടക്കുന്നതാണ്. ഇനിയും ഇതിനെതിരെ പ്രതികരിക്കാതെ, ഇതിനെതിരെ കണ്ണടച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യമാക്കി ഇനിയും CPM-ഉം കോൺഗ്രസും ഈ നിലപാട് സ്വീകരിച്ചു പോയാൽ ഈ കേരള സംസ്ഥാനം നിങ്ങൾ പിടിച്ചാൽ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. ആ കാര്യത്തിൽ CPM-ഉം കോൺഗ്രസും നിലപാട് വ്യക്തമാക്കണം. ഏതർത്ഥം കൊണ്ടും ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് പോകും എന്നറിയിക്കാനും, ഏത് തരത്തിലും ഇത്തരത്തിലുള്ള പ്രവണതകൾക്കെതിരെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് അവരുടെ ആത്മാഭിമാനം സംരക്ഷിച്ചുകൊണ്ട് ഈ നാട്ടിൽ ഏതു സ്ഥാപനം നടത്താനും ഭാരതീയ ജനതാ പാർട്ടി അവരോടൊപ്പം ഉണ്ടാകും.
അത് ഇന്നവരെന്നും മാത്രമല്ല ആർക്കും ഇന്ത്യൻ ഭരണഘടന നൽകുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും അത് ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കുണ്ട്, വ്യക്തികൾക്കുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കോടതി ഉത്തരവുകൾ നിലവിലുണ്ട്. ആ കോടതി ഉടുപ്പിയിൽ ഇവർ ചെയ്തത് തന്നെയാണ്. ഉടുപ്പിയിൽ സമാനമായ വിഷയമാണ് അവിടെ ലഹള ഉണ്ടാക്കിയത്. അപ്പോൾ ഇവർക്ക് ഇത് ലഹളയാണ് ഇവരുടെ ഉദ്ദേശം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ രീതിയിലുള്ള വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ പർപ്പസ്ഫുള്ളി നടത്തിയതാണ്. പക്ഷേ കുറച്ചൊന്ന് പാളിപ്പോയി. അവർ വീണ്ടും വിദ്യാഭ്യാസ മന്ത്രിയെ വിലക്കെടുത്തുകൊണ്ട് അല്ലെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ആ ആവശ്യവുമായി രംഗത്തെത്തുകയാണ്. സമാധാനപരമായി പോയ ഒരു സ്ഥാപനത്തിനെ ഇല്ലാതാക്കുവാൻ ഇവിടെ നടത്തുന്ന ശ്രമം, അതും ഒരു വിഭാഗത്തിന് നേരെ നടത്തുന്ന ഈ കയ്യേറ്റ ശ്രമം നോക്കി നിൽക്കാനാവില്ല. ഞങ്ങൾ കൂടെ ഉണ്ടാവും.